വേടനെതിരായ കേസിൽ, അതായത് റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പള്ളി കേസിൽ കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ സ്ഥലം മാറ്റിയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചതിനാണ് മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളോട് എ.വി. ജയശങ്കർ നമുക്കൊപ്പം ചേരും. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. ഈ കേസിൽ നേരത്തെ തന്നെ വനം വകുപ്പ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ കേസെടുത്തതിലല്ല പ്രശ്നം, ആ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുമായി സംസാരിച്ചതിലാണ് പ്രശ്നമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് റേഞ്ച് ഓഫീസർ അധീഷിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എ.വി. ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ. ജയശങ്കർ, ഈ വനം മേധാവി സർക്കാരിന്, വനം മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. കേസ് എടുത്തതിലല്ല പ്രശ്നം, ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളുമായി അനാവശ്യ സമയത്ത് പങ്കുവച്ചതാണ് പ്രശ്നമായത്, വിവാദമായതെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വകുപ്പ് തല അച്ചടക്ക നടപടിയായി വേണമെങ്കിൽ സ്ഥലം മാറ്റത്തെ കാണാം, അല്ലേ? അതായത് വിജയകുമാർ, ഈ വേടൻ കേസുമായി ബന്ധപ്പെട്ട വനം മേധാവി സമർപ്പിച്ച റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെ മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നത്. ഈ ഘട്ടത്തിലാണ് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വനം വകുപ്പിന് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ ശ്രീലങ്കൻ ബന്ധമടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറിയത്. ഇത് ഗുരുതര സർവീസ് ചട്ടലംഘനം എന്നാണ് വനം വകുപ്പ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റാനുള്ള ഒരു ഉത്തരവ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഉത്തരവനുസരിച്ച് ഉദ്യോഗസ്ഥർ സർവീസ് ചട്ടലംഘനം നടത്തി സർവീസ് ചട്ടങ്ങളായ 60, 62, 63 സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടമായ 60, 62, 63 എന്നിവ ഉദ്യോഗസ്ഥർ ലംഘിച്ചു എന്നാണ് വനം മേധാവിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി അടിവരയിട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നിലവിൽ വനം മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ സർവീസ് ചട്ടലംഘനം മാത്രമാണുള്ളത്. മറ്റു തലത്തിൽ ഈ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലും നിയമ നടപടികൾ പാലിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതെന്നായിരുന്നു വനം മേധാവിയുടെ റിപ്പോർട്ട്. എന്നാൽ തത്വത്തിൽ ആ റിപ്പോർട്ട് തള്ളുന്ന തരത്തിൽ തന്നെയാണ് വനം മന്ത്രി പുതിയ അന്തിമ റിപ്പോർട്ട് എന്നൊരു നിർദ്ദേശം നൽകിയത്. ആദ്യഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ റിപ്പോർട്ടാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. പക്ഷേ ആദ്യ റിപ്പോർട്ട് വരുന്നു, പിന്നീട് ഉദ്യോഗസ്ഥരെ കൂടി പ്രതിസന്ധിയിലാക്കാതെ അന്തിമ റിപ്പോർട്ട് എന്നൊരു നിർദ്ദേശം വയ്ക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം വേണമെന്നൊരു നിർദ്ദേശം വനം മേധാവിക്ക് വനം മന്ത്രി നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് അന്തിമ റിപ്പോർട്ടിൽ ഈ വകുപ്പ് നില നടപടിക്ക് എടുക്കാൻ സാധിക്കുന്നതിനപ്പുറത്തേക്ക് ചട്ടലംഘനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആദ്യം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസ് ചട്ടലംഘനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അധീഷിനെതിരെ നിലവിൽ നടപടിയെടുത്തിരിക്കുന്നത്. അധീഷിനെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റാനാണ് നിലവിൽ ഉത്തരവ്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തിയ ഒരു അന്തിമ റിപ്പോർട്ട് കൂടി വനം മേധാവിയോട് വനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി എന്തായാലും നടപടി വരും. സർക്കാരിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയപരമായി വലിയ സമ്മർദ്ദമുണ്ടായൊരു കേസാണ് വേടൻ കേസ്. കാരണം വനം വകുപ്പ് അനാവശ്യമായി വേടനെ വേട്ടയാടി തെളിവെടുപ്പ് നടത്തി ദുഷ്പ്രചരണം വേടനെതിരെ നടത്തി വലിയ വേട്ട വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു ആക്ഷേപം പൊതുസമൂഹത്തിൽ നിന്നുണ്ടായിരുന്നു. അന്ന് ഈ വിഷയത്തിൽ വനം മന്ത്രി ആവശ്യപ്പെട്ട റിപ്പോർട്ട് വനം മേധാവി നൽകിയപ്പോൾ അതിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടില്ല. അതിലാകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഈ മാധ്യമങ്ങളുമായി അനവസരത്തിൽ സംസാരിച്ചത് വിവാദമായി എന്നതൊഴിച്ചാൽ കേസെടുത്തതിലോ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലോ ഒന്നും വീഴ്ച ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ആ കേസിനെ ന്യായീകരിക്കുകയും ആ നടപടിയെ ന്യായീകരിക്കുകയും എന്നാൽ അത് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതായിരുന്നില്ല, അതിലൊരു പെരുമാറ്റച്ചട്ട ലംഘനമുണ്ട് എന്ന് സൂചിപ്പിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ആ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളി കേസെടുത്തതടക്കം അതിൻ്റെ മെറിറ്റടക്കം പരിശോധിക്കണം എന്നാണോ വീണ്ടും വനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്? ആ നിലയിലാണോ പുതിയ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്? അതിൻ്റെ പശ്ചാത്തലത്തിലാണോ? അങ്ങനെ കരുതാമോ ജയശങ്കർ? വിജയകുമാർ, തത്വത്തിൽ വനം മന്ത്രി ഈ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ പ്രാഥമികമായി നൽകിയ റിപ്പോർട്ട് തള്ളുന്നു എന്ന് തന്നെ വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. കാരണം സാങ്കേതികമായി പറയുമ്പോൾ വിശദമായ റിപ്പോർട്ട് എന്ന് മാത്രമാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ വനം മന്ത്രി ഈ വിഷയത്തിൽ ഒറ്റ റിപ്പോർട്ട് മാത്രമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ആ റിപ്പോർട്ടിന്മേൽ നിലവിൽ നടപടി വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ ഈ അധീഷിനെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഒരു വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെയും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സർവീസ് ചട്ടലംഘനം
മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതും മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകി അതിന് മാത്രമാണ് നിലവിൽ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിക്ക് തൃപ്തിയില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ്. വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് നൽകാനുള്ളൊരു നിർദ്ദേശം വനം വകുപ്പ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. ഈ അന്തിമ റിപ്പോർട്ടിൽ കൃത്യമായി കുറച്ചുകൂടി പരിശോധന നടത്തി മറ്റേതെങ്കിലും തരത്തിൽ കുറച്ചുകൂടി ഗൗരവകരമായ പൊതുസമൂഹത്തെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് കൂടി മറുപടി നൽകാൻ തക്ക രീതിയിലുള്ള ഒരു റിപ്പോർട്ട് വേണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വനം മേധാവി ഇതുമായി ബന്ധപ്പെട്ട വിശദമായൊരു അന്വേഷണം തന്നെ നടത്തും. മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരുടെ ചട്ടലംഘനം സംബന്ധിച്ച, അതായത് മാധ്യമങ്ങൾക്ക് വിവരം നൽകിയ ബന്ധപ്പെട്ട സർവീസ് ചട്ടലംഘനം സംബന്ധിച്ച പരാമർശങ്ങൾ മാത്രമാണ് ഉണ്ടായത്. മറ്റു തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് മന്ത്രി തത്വത്തിൽ തള്ളുകയാണെന്ന് തന്നെ വേണം നമുക്ക് വായിക്കാൻ. ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ മാത്രം സാധിക്കുന്ന കാര്യമാണ്. കാരണം മന്ത്രി പറഞ്ഞിരിക്കുന്നത് അന്തിമ റിപ്പോർട്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വ്യാഖ്യാനം മാത്രമാണ്. ഉദ്യോഗസ്ഥരെ പിണക്കാതെ അന്തിമ റിപ്പോർട്ട് എന്ന രീതിയിൽ സാങ്കേതികമായി മന്ത്രി അങ്ങോട്ട് നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇനി വനം മേധാവി ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും. മറ്റേതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലായിരിക്കും പരിശോധന ഉണ്ടാകുക. ഈ അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വനം ആസ്ഥാനത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വനം വകുപ്പ് മേധാവിയുടെ കോർട്ടിലേക്ക് വീണ്ടും ഈ പന്തെത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ അന്വേഷണം വനം മേധാവി നടത്തണം, കൂടുതൽ നടപടി വേണമെന്ന് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയോട് കൂടി ആലോചിച്ച ശേഷമാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇത്തരത്തിൽ ഒരു നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റ നടപടി സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഒരു അന്തിമ റിപ്പോർട്ട് എന്ന ആവശ്യവും മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വനം മേധാവിക്ക് നൽകി. എന്തായാലും ഇനി വനം മേധാവി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വീണ്ടും നടത്തേണ്ടി വരും. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിലവിൽ സംശയമില്ല. പക്ഷേ അതിന് വനം മേധാവിയുടെ ഒരു വിശദമായ റിപ്പോർട്ട് വേണം. അങ്ങനെ ഒരു റിപ്പോർട്ടില്ലാതെ നടപടിയെടുത്താൽ അത് കോടതിയിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉത്തമ ശരി ജയശങ്കർ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. റാപ്പർ വേടനെതിരായ പുലിപ്പള്ളി കേസിൽ കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. കോടനാട് മലയാറ്റൂർ റേഞ്ചിന് പുറത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചു എന്നാണ്, അതിൻ്റെ പേരിലാണ് നടപടി എടുത്തിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് തള്ളിയതാണോ അതിലെ പരാമർശങ്ങൾ നിരാകരിച്ചതാണോ എന്നറിയില്ല. എന്തായാലും വീണ്ടും വനമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ വിശദമായ അന്വേഷണം അക്കാര്യത്തിൽ വേണം. അതിൽ ഒരുപക്ഷെ കൂടുതൽ നടപടിക്ക് സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.